ഇസ്ലാം പേടി കേരളത്തിൽ ഇന്നലെ ഇന്ന് എന്ന തലവാചകത്തിൽ ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച ഈ ചർച്ചയുടെ സമകാലിക പ്രസക്തിയെ സംബന്ധിച്ചും അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ സംബന്ധിച്ചും മുൻ ഭാഷണങ്ങളിൽ ഇവിടെ സാമാന്യം നന്നായി തന്നെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. തീർച്ചയായും ഇത്തരം ചർച്ചകളുടെയും സെമിനാറുകളുടെയും സാമൂഹ്യ പ്രസക്തി കൂടുതൽ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്ന പുതിയ കാല അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ രാജ്യവും നമ്മുടെ സമൂഹവും ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാളത്തിൻ്റെ കൃതഹസ്ഥനായ എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഇസ്ലാമിലെ വന്മല എന്ന ശ്രദ്ധേയമായ കവിതയെ ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ ഈ സമാപന പ്രഭാഷണത്തിന് തുടക്കമിടാം എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായും ഇസ്ലാം പേടിയുടെ വിഷബീജങ്ങൾ നമ്മുടെ നാഡീഞരമ്പുകളിൽ കുത്തിവെക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലീന അന്തരീക്ഷത്തിൽ എന്തുകൊണ്ടും കൂടുതൽ പാരായണം ചെയ്യപ്പെടേണ്ട ഒരു കവിതയായി കൊണ്ട് ഇസ്ലാമിലെ വന്മല മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിലെ വന്മല എന്ന കവിതയിൽ രണ്ട് കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് ഗോവിന്ദൻ, മറ്റൊന്ന് അലവിക്കുട്ടി. രണ്ടുപേരും സഹപാഠികളും ബാല്യകാല സുഹൃത്തുക്കളുമാണ്. രണ്ടുപേരും രാവിലെ ഒന്നിച്ചുകൊണ്ട് തന്നെ പാടവരമ്പലുകളിലൂടെ കളിച്ച് തിമർത്തുകൊണ്ട് അവരുടെ സ്കൂളുകളിലേക്ക് പോകുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. ഞാവൽ പഴങ്ങൾ പെറുക്കി തിന്നും, മാവിനെറിഞ്ഞും വെടി പറഞ്ഞും, ആനന്ദത്തിൻ ഇരുചിറകായി ഞാനും അലവിയും തൊളുരുമ്മി എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. അഥവാ ഞാവൽ പഴങ്ങൾ പെറുക്കി തിന്ന് മാവിൻ്റെ മുകളിൽ അണ്ണാറക്കണ്ണന്മാരെ പോലെ വലിഞ്ഞു കയറി മാമ്പഴം ഉരിഞ്ഞിട്ട് ആ മാമ്പഴം ഗോവിന്ദൻ കടിച്ച് പിന്നെ അലവി കടിച്ച് ഉമിനീര് കൊണ്ട് പങ്കുവച്ച ഒരു മതേതരത്വത്തിൻ്റെ ചരിത്രം ആവിഷ്കരിച്ചുകൊണ്ട് കവിത മുന്നോട്ട് പോവുകയാണ്. ആ കവിതയിൽ ഗോവിന്ദന് വേണ്ടി ദിവസേന തൻ്റെ പിതാവിൻ്റെ ചായക്കടയിൽ നിന്ന് അലവിക്കുട്ടി ഓരോ പഴം മോഷ്ടിക്കുന്നതായി കൊണ്ട് കവിത സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദിനംതോറുമുള്ള ഈ മോഷണം ഒരു നാൾ പിതാവ് കയ്യോടുകൂടി പിടികൂടുകയാണ്. പിടികൂടി എന്ന് മാത്രമല്ല, തൻ്റെ പുത്രനെ അദ്ദേഹം കഠിനമായി മർദ്ദിക്കുകയും ചെയ്യുന്നു. കാരണം കട്ടതിൻ്റെ പേരിലാണ് മർദ്ദനം. അടുത്തു തന്നെ ഗോവിന്ദൻകുട്ടി പേടിച്ചരണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴേ എൻ പേർ പുറത്ത് ചാടും, ഇപ്പോഴേ എൻ മാനമിടിഞ്ഞു വീഴും എന്ന മട്ടിലാണ് ഗോവിന്ദൻകുട്ടി അടുത്തു നിൽക്കുന്നത്. ആർക്കു വേണ്ടി കട്ടു നീ എന്നുള്ള ചോദ്യവും പുറംപൊളിഞ്ഞ അടിയുമാണ് പിതാവിൽ നിന്ന് അലവിക്കുട്ടിക്ക് ഏറ്റുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ അടിയേറ്റ് പുറംപൊളിഞ്ഞിട്ടും തൻ്റെ സുഹൃത്തിൻ്റെ മാനാഭിമാനം സംരക്ഷിച്ചുകൊണ്ട് പൊത്തി അമർത്തി അതെൻ്റെ നാമം, 100% എൻ്റെ മിത്രം, കൂറും പെരുമയുമുള്ള മുസ്ലിം, തുള്ളിപ്പിടഞ്ഞിതവൻ്റെ ദേഹം, ഉള്ളമോ വന്മല പോലെ നിന്നു എന്നാണ് കവി സൂചിപ്പിക്കുന്നത്. അഥവാ തൻ്റെ സുഹൃത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ സംരക്ഷകനായിക്കൊണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു വന്മലയായിക്കൊണ്ട്, ഇസ്ലാമിലെ ഒരു വന്മലയായിക്കൊണ്ട് ഗോവിന്ദൻ നായർ ആ കവിതയിൽ അലവിക്കുട്ടിയെ പരിചയപ്പെടുത്തുകയാണ്. ബന്ധലാഹിത്യത്തിൻ്റെ മണലാരണ്യങ്ങൾക്ക് പുറത്ത് ബന്ധദാർഢ്യത്തിൻ്റെ മഹാപർവ്വതം കണക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ആൾരൂപമായി കൊണ്ട് ഇന്നും ഗോവിന്ദൻ നായരുടെ ഇസ്ലാമിലെ വന്മലയിലെ അലവിക്കുട്ടി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെയും ഇതര മതങ്ങളുടെയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ ചരിത്രം എന്ന് പറയുന്നത് ഇതിന് സമാനം തന്നെയാണ്. നമുക്കറിയാം, മതേതരത്വം എന്നുള്ളത് പലപ്പോഴും നമ്മളെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്, മതേതരത്വം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടോടുകൂടി കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക്, യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണ് എന്ന മട്ടിലാണ്. അല്ല,
മതേതരത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ താഴെത്തട്ടിൽ നമ്മൾ പരസ്പരം ജീവിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ പേരാണ്. മതങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പരസ്പര സഹകരണത്തോടു കൂടി മുന്നോട്ട് പോയപ്പോൾ, അന്യോന്യാശ്രിതമായ ഒരു ജീവിതത്തിലൂടെ മാത്രമേ ജീവിതം നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്ന് വന്നപ്പോൾ നാം തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു ജീവിത പരിസരത്തിൻ്റെ പേരാണ്, ജീവിത അനുഭവത്തിൻ്റെ പേരാണ് മതേതരത്വം എന്ന് പറയുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ ദേശത്തെക്കുറിച്ച് നാം ഏവരും കൊണ്ടു നടക്കുന്ന മഴവിൽ സമാനമായ ഒരു സ്വപ്നമാണ്. അഥവാ ഈ രാജ്യത്ത് അധിവസിക്കുന്ന ഓരോ ജനതക്കും പാരമ്പര്യ തുടർച്ചയും പൗരാണികതയും പകർന്നു നൽകി ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ രാജ്യം എന്ന ആത്മബോധത്തിലേക്ക് നാം എത്തിച്ചേരുക എന്നതാണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യങ്ങൾ, മതപരമായ വൈജാത്യങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമായിരുന്നില്ല. ഇന്ത്യയുടെ സാമൂഹ്യ പുരോഗതിയെ അതൊട്ടും നിശ്ചലമാക്കിയുമില്ല. മറിച്ച് ഇത്രയേറെ സാംസ്കാരികമായ വൈവിധ്യങ്ങൾ ഉണ്ടായിട്ടും മതപരമായ വൈജാത്യങ്ങൾ ഏറെയുണ്ടായിട്ടും അറിഞ്ഞും സഹകരിച്ചും സംവദിച്ചും നാം മുന്നോട്ട് പോയി എന്നതാണ് ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അമർത്യ സെൻ സൂചിപ്പിച്ചത്, നാം സംവാദങ്ങളിലൂടെ പുലർന്നു പോന്ന ഒരു ജനതയാണ്. സാംസ്കാരികമായി കൊണ്ട്, ഭാഷ കൊണ്ട്, വേഷം കൊണ്ട്, സംസ്കാരം കൊണ്ട് നാം ഒരിക്കലും ഒരൊറ്റ ജനതയായിരുന്നില്ല. മറിച്ച് ഇവിടെ മാധവൻ മാഷ് സൂചിപ്പിച്ചതുപോലെ നാനാ ഭാഷകൾ സംസാരിച്ച്, നാനാ മതങ്ങളിൽ പുലർന്ന്, നാനാ ദേശങ്ങളിൽ ജീവിച്ച് എണ്ണിയാലൊടുങ്ങാത്ത നരവംശങ്ങളായി കൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ത്യയുടെ തന്നെ പ്രമുഖ ചരിത്രകാരിയായിട്ടുള്ള റോമില താപ്പർ സൂചിപ്പിക്കുന്നത്, ഇന്ത്യയിലെ ഒരു മണൽത്തരി നിങ്ങളൊരു ഉള്ളംകൈയിൽ കോരിയെടുത്താൽ ആ മണൽത്തരിക്ക് ഒരു മതവുമായി കൊണ്ട്, ഒരു സംസ്കാരവുമായി കൊണ്ട് നാഭീനാള ബന്ധമുണ്ടായിരിക്കും എന്നാണ് റോമില താപ്പർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഈ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു തുടർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിലും കാണുവാൻ സാധിക്കുന്നത്. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, മതങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പരസ്പര സഹകരണത്തോടു കൂടി നാം മുന്നോട്ട് പോയപ്പോൾ നാം തന്നെ കണ്ടെത്തിയ ഒരു ജീവിത അനുഭവത്തിൻ്റെ പേരാണ് മതേതരത്വം എന്നുള്ളത്. അന്യോന്യാശ്രിതമായ ജീവിതം എന്ന് ഞാൻ സൂചിപ്പിച്ചത് വെറുതെയല്ല. നമുക്കറിയാം, കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഒരു ചരിത്ര ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള ആ പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനം വേലായുധം പണിക്കശ്ശേരി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സി ഹംസ സാഹിബ് അത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ലക്ഷണമൊത്ത ചരിത്ര ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. ആ ചരിത്ര പുസ്തകത്തിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം പറഞ്ഞു വെക്കുന്ന വാചകം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ 5 നേരം നമസ്കരിക്കാത്ത മാപ്പിളമാരെ ശിക്ഷിക്കുവാൻ സാമൂതിരി നിയമം കൊണ്ടുവന്നതിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഹജ്ജിന് പോകുന്ന മാപ്പിളമാർക്ക് പ്രത്യേകമായ ഇളവുകളും യാത്രാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത സാമൂതിരിയെ അദ്ദേഹം ആ ചരിത്ര പുസ്തകത്തിൽ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിനുമപ്പുറത്ത് മുസ്ലിം സമൂഹത്തിൻ്റെ ദൈനംദിനമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ആചാരങ്ങൾക്ക്, നമസ്കാരമടക്കമുള്ള ആത്മീയമായിട്ടുള്ള ആരാധനകൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതിൻ്റെ ദൈനംദിന ചെലവുകൾ ഖജനാവ് തന്നെയും ഏറ്റെടുത്ത് നടത്തുന്നതിനെ സംബന്ധിച്ചുമൊക്കെ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂമിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ KS മാധവൻ മാഷി കോഴിക്കോട് മുച്ചുന്തി പള്ളിയെ സൂചിപ്പിച്ചു. കുറ്റിച്ചിറയിലെ മുച്ചുന്തി പള്ളി എന്ന് പറയുന്ന 14ാം നൂറ്റാണ്ടിൽ മുച്ചിയൻ എന്ന് പറയുന്ന അറബി പ്രമാണി നിർമ്മിച്ച ആ പള്ളിയിൽ നിന്ന് ഈ അടുത്ത കാലത്താണ് 2 ശിലാലിഖിതങ്ങൾ കണ്ടെടുക്കപ്പെട്ടത്. അതിലൊന്ന് വട്ടെഴുത്താണ്, മറ്റൊന്ന് അറബി എഴുത്താണ്. വട്ടെഴുത്ത് വായിക്കാൻ കഴിയുന്ന 2 ചരിത്രകാരന്മാരിൽ ഒരാളാണ് ഡോക്ടർ MGS നാരായണൻ, അതുപോലെ തന്നെ ഡോക്ടർ MR രാഘവ വാര്യർ. 2 പേരും ചേർന്നുകൊണ്ട് കുറ്റിച്ചിറ പള്ളിയിലെത്തി. 2 പേരും ആ ശിലാലിഖിതങ്ങൾ എടുത്ത് വായിച്ചു. അതിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സന്ദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ പഴമയുടെ, മതസൗഹാർദ്ദത്തിൻ്റെ, സാംസ്കാരികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളുടെ, ആദാനപ്രദാനങ്ങളുടേതായ ഒരു ജീവിതത്തെക്കുറിച്ച വലിയ സന്ദേശമായിരുന്നു എന്നതാണ്. കാരണം 14ാം നൂറ്റാണ്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുച്ചിയൻ എന്ന് പറയുന്ന അറബി പ്രമാണി നിർമ്മിച്ച ആ പള്ളിക്ക് അതിൻ്റെ ദൈനംദിന ചെലവുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫുൾ ചെലവുകൾ
ഇന്നത്തെ കോഴിക്കോട് ജില്ലയിലുള്ള കുന്നമംഗലത്തും ഇന്നത്തെ മലപ്പുറം ജില്ലയിലുള്ള പുളിക്കലിലും തെങ്ങിൻ തോപ്പുകൾ അനുവദിച്ചുകൊണ്ട് അന്ന് സാമൂതിരി നടപ്പിൽ വരുത്തിയതായി കൊണ്ടുള്ള രേഖകളായിരുന്നു ആ ശിലാലിഖിതങ്ങളിൽ കണ്ടെടുക്കപ്പെട്ടത്. ഇന്നത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയാത്ത ഒരു കാര്യമാണ് ഇത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം ഒരു മുസ്ലിം ആരാധനാലയത്തിൻ്റെ ദൈനംദിന ചെലവുകൾ ഒരു ഹൈന്ദവ രാജാവ് ഏറ്റെടുത്തുകൊണ്ട് നടത്തുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വലിയ ചേതോഹരമായ ചിത്രം ആ ശിലാലിഖിതങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നതാണ്. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത് അന്യോന്യാശ്രിതമായ ഒരു ജീവിതം എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇനി തിരിച്ചാകട്ടെ, നമുക്കറിയാം ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം തുഹ്ഫത്തുൽ മുജാഹിദീനിൽ തന്നെ പറഞ്ഞു വെക്കുന്ന വാചകം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കുഫാറുകളായിട്ടുള്ള പോർച്ചുഗീസുകാർക്കെതിരിൽ സാമൂതിരിയോടൊപ്പം നിന്നുകൊണ്ട് സമരം നടത്തുന്നത് ഇസ്ലാമിലെ ജിഹാദിന്റെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്. കാഫിറിന്റെ ബഹുവചനമാണല്ലോ കുഫാർ എന്ന് പറയുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാരെ കുഫാർ എന്നാണ് അതിൽ സൈനുദ്ദീൻ മക്തൂം വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം ജിഹാദ്, അതുപോലെ തന്നെ കാഫിർ, ഷഹീദ് തുടങ്ങിയിട്ടുള്ള പദാവലികളൊക്കെ തന്നെയും പുതിയ കാലത്ത് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, മാർക്ക് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഫുഡ് ജിഹാദ് തുടങ്ങിയിട്ടുള്ള പദാവലികളൊക്കെ തന്നെയും പുതിയ കമ്പോള സംസ്കാരത്തിൽ അല്ലെങ്കിൽ പുതിയ ഇസ്ലാമോഫോബിയയുടെ വിപണന സാധ്യതയുള്ള മാർക്കറ്റിൽ വലിയ ജനപ്രീതി ആർജിച്ചിട്ടുള്ള പദാവലികളായിക്കൊണ്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് ഇസ്ലാമിലെ ജിഹാദിനെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു നിർവചനം ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം ഈ പുസ്തകത്തിൽ നമുക്ക് പകർന്നു നൽകുന്നത്. അദ്ദേഹം പറയുന്നത്, കുഫാറുകളായിട്ടുള്ള പോർച്ചുഗീസുകാർക്കെതിരിൽ സാമൂതിരിയോടൊപ്പം നിന്നുകൊണ്ടുള്ള സമരം ഇസ്ലാമിലെ ജിഹാദിന്റെ ഭാഗമാണ്. മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ തന്നെയും കാഫിറാണ് എന്നതാണ് ഒരു സാമ്പ്രദായികമായിട്ടുള്ള നമ്മുടെ ഒരു മതകാഴ്ചപ്പാടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലാണ് ഇസ്ലാമിനെ കുറിച്ച് പുറത്ത് തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ, മുസ്ലിം അല്ലാത്ത പോർച്ചുഗീസുകാർ മാത്രമല്ലല്ലോ, മുസ്ലിം അല്ലാത്ത സാമൂതിരിയും കാഫിറാകേണ്ടതാണ് എന്നതാണ്. പക്ഷേ മുസ്ലിം അല്ലാത്ത പോർച്ചുഗീസുകാരെ കാഫിർ എന്ന് വിശേഷിപ്പിക്കുന്ന സൈനുദ്ദീൻ മക്തൂം സാമൂതിരിയോടൊപ്പം നിന്നുകൊണ്ടുള്ള സമരം ഇസ്ലാമിലെ ജിഹാദിന്റെ ഭാഗമാണ് എന്നാണ് വിലയിരുത്തുന്നത്. അഥവാ കാഫിർ, ജിഹാദ് തുടങ്ങിയിട്ടുള്ള വാക്കുകൾക്കും പദാവലികൾക്കും നമ്മൾ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന മതപരമായ അർത്ഥധ്വനികൾ മാത്രമല്ല, മറിച്ച് രാഷ്ട്രീയമായിട്ടുള്ള അർത്ഥധ്വനികൾ കൂടിയുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ മതപരമായിട്ടുള്ള അന്യോന്യാശ്രിതമായിട്ടുള്ള പരസ്പര സഹകരണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ നാം തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു ജീവിത ചരിത്രമാണ്, ജീവിത അനുഭവമാണ് യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറയുന്നത്. ആ മതേതരത്വം നമ്മുടെ ചായക്കടകളിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കാർഷിക ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജനകീയ സമരങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇത്തരത്തിലുള്ള ആശയ സംവാദങ്ങളിലും അത് നിറഞ്ഞു നിന്നിട്ടുണ്ട് എന്നതാണ്. ഇപ്പോഴും ഇത്തരത്തിൽ ഈ ആശയ സംവാദങ്ങളും ഇതുപോലെ തന്നെയുള്ള സെമിനാറുകളും നമുക്ക് നടത്തുവാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളുടെയൊക്കെ ഒരു മതസഹിതമായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മണ്ണിനടിയിലും വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ എന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വീരാൻകുട്ടിയുടെ കവിതയെ സൂചിപ്പിക്കുന്നത് പോലെ, മനുഷ്യരെ പരസ്പരം തമ്മിൽ അകറ്റുവാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ, അവരെ മാറ്റി നിർത്തുവാനും വർഗീയമായി ധ്രുവീകരിക്കുവാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ബോധപൂർവമായി നടന്നുകൊണ്ടിരിക്കെ തന്നെ മണ്ണിനടിയിലും വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ എന്ന കവി സൂചിപ്പിക്കുന്നത് പോലെ പരസ്പരം അകറ്റി നിർത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും അപ്രസക്തമാക്കിക്കൊണ്ട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ചിത്രമാണ് നമുക്ക് കേരളത്തിൻ്റെ സമകാലിക കേരളത്തിലും ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് എന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ഇസ്ലാം പേടിയുടേതായിട്ടുള്ള സമകാലിക ഒരു ജീവിത അന്തരീക്ഷത്തെയും എന്നാൽ മതസഹിതമായിട്ടുള്ള മതേതരത്വത്തിൻ്റെ ഒരു പാരമ്പര്യത്തെയും നമുക്ക് കൃത്യമായി കൊണ്ട് വേർതിരിച്ച് കാണുവാൻ പുതിയ കാലത്ത് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ഇത്തരം മതപരമായ കൊടുക്കൽ വാങ്ങലുകളുടെ സാംസ്കാരികമായിട്ടുള്ള ആദാന പ്രദാനങ്ങളുടേതായ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആശയ സംവാദത്തിൻ്റെ സൗഹൃദ നാളുകൾ എന്നുള്ള തലവാചകത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ക്യാമ്പയിൻ
കൂടുതൽ പ്രസക്തിയാർജിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചു ഇസ്ലാം പേടിയെ സംബന്ധിച്ച്. ആ ഇസ്ലാം പേടിയുടെ ചരിത്രപരമായ കാരണങ്ങളെക്കുറിച്ച് കൂടി പറയാതെ നമുക്ക് ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല എന്നതാണ്. കാരണം ഇസ്ലാം പേടി എന്ന് പറയുന്നത് രൂപപ്പെട്ടു വരുന്നത് യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്പും സാമ്രാജ്യത്വവും പാശ്ചാത്യ ചിന്തയും എന്ന് പറയുന്നത് എന്നും ഇസ്ലാമിനെ അതിൻ്റെ അപരസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചേ ഉള്ളൂ എന്നുള്ളതാണ്. പാശ്ചാത്യൻ ചിന്തയും അതിൻ്റെ ആശയാവലികളും അതുപോലെ തന്നെ സാമ്രാജ്യത്വവും സാമ്രാജ്യത്വത്തിൻ്റെ വെട്ടിപ്പിടിക്കലുകളുടെ ചരിത്രവും നമുക്കറിയാവുന്നതുപോലെ പരസ്പരം പോർത്തിരിഞ്ഞുകൊണ്ട് കൊളംബസും വാസ്കോഡഗാമയും ചരിത്രത്തിൽ നടത്തിയിട്ടുള്ള വെട്ടിപ്പിടിക്കലുകളുടെ ഭൂഖണ്ഡാന്തര സമുദ്ര സഞ്ചാരങ്ങൾ, ആ സമുദ്ര സഞ്ചാരങ്ങളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കുരിശുയുദ്ധങ്ങൾ, അതിൻ്റെ തന്നെ ചോരമണക്കുന്ന പഴയ കപ്പലോട്ടങ്ങൾ, ഇതൊക്കെയും മധ്യകാല ഇസ്ലാമിക നാഗരികതകളെ മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അതിനപ്പുറത്ത് പാശ്ചാത്യൻ ചിന്തയും യൂറോപ്യൻ നവോത്ഥാന ആശയാവലികളും എന്നും ചരിത്രത്തിൽ അതിൻ്റെ ശത്രുസ്ഥാനത്തും അപരസ്ഥാനത്തും പ്രതിഷ്ഠിച്ചതും ഇസ്ലാമിനെയായിരുന്നു. ഇപ്പോൾ എന്താണ് യൂറോപ്യൻ നവോത്ഥാനം എന്ന് ചോദിച്ചാൽ സാധാരണയായി കൊണ്ട് പറയാറുള്ളത് ഗ്രീസിൽ ജനിച്ച് റോമിൽ വളർന്ന് പിന്നെ 1000 കൊല്ലം കാലം ഇരുട്ടിൽ കിടന്ന് യൂറോപ്പിൽ തന്നെ പുനർജനിച്ച ഒന്ന് എന്നതാണ് പലപ്പോഴും യൂറോപ്യൻ നവോത്ഥാനത്തെക്കുറിച്ച് വിലയിരുത്താറുള്ളത്. അഥവാ അറിവ് എന്ന് പറയുന്നത് ഇവിടെ ജനിച്ച് ഇവിടെ മരിച്ച് ഇവിടെ തന്നെ പുനർജനിച്ച ഒന്ന് എന്നതാണ് യൂറോപ്യൻ നവോത്ഥാനത്തെക്കുറിച്ച് വിലയിരുത്താറുള്ളത്. യഥാർത്ഥത്തിൽ ഈ യൂറോപ്യൻ നവോത്ഥാനം, ഈ അറിവിൻ്റെ അധികാരം യൂറോപ്പിന് എവിടെ നിന്നാണ് ലഭ്യമായത് എന്നതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം അത് മധ്യകാല ഇസ്ലാമിക ലോകത്ത് നിന്നായിരിക്കും എന്നതാണ്. ഇപ്പോൾ ആധുനിക ചരിത്രത്തിൻ്റെ പിതൃസ്ഥാനത്ത് പലപ്പോഴും നമ്മൾ പ്രതിഷ്ഠിക്കാറുള്ളത് ഡാങ്കൈനെ പോലെ ഹെഗലിനെ പോലെയുള്ള ആളുകളെയാണ്. എന്നാൽ ഈ ഡാങ്കൈനും ഹെഗലിനുമൊക്കെ 100-400 വർഷങ്ങൾക്ക് മുമ്പാണ് ഇബ്നു ഖൽദൂനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾക്ക് നമുക്കറിയാവുന്നതുപോലെ മുഖദ്ദിമ എന്ന് പറയുന്ന അത്യന്തം മോഡേൺ ആയിട്ടുള്ള ചരിത്ര ഗ്രന്ഥം, വിശകലന ഗ്രന്ഥം രചിക്കാൻ സാധിക്കുന്നത്. രക്തചംക്രമണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായി വിളിക്കപ്പെടുന്ന വില്യം ഹാർവിക്ക് 400 വർഷങ്ങൾക്ക് മുമ്പാണ് അൽ നഫീസിന് അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അലോപ്പതിയുടെ പിതാവായി കൊണ്ട് ഇബ്നു സീനയെ പോലെയുള്ള ആളുകൾ, കെമിസ്ട്രിയുടെ പിതാവായി കൊണ്ട് ജാബിർ ഇബ്നു ഹയാനെ പോലെയുള്ള ആളുകൾ, സർജറിയുടെ പിതാവായി കൊണ്ട് അബുൽ ഖാസിമിനെ പോലെയുള്ള മഹാരഥന്മാർ ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക ചക്രവാളത്തിൽ പരിലസിച്ചു നിന്നതിൻ്റെ ചരിത്രം നമുക്ക് മധ്യകാല യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ നിന്ന് നവോത്ഥാനന്തര പഠനങ്ങളിൽ നിന്നും പുതുതായി കണ്ടെടുക്കുവാൻ സാധിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് മാർട്ടിൻ ബർമൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് നൽകുന്ന പേര് ബ്ലാക്ക് അഥീന എന്നതാണ്. കാരണം വിജ്ഞാനത്തിൻ്റെ ദേവതയാണ് ഗ്രീക്ക് മിത്തോളജി അനുസരിച്ചുകൊണ്ട് അഥീന ദേവത എന്ന് പറയുന്നത്. മാർട്ടിൻ ബർമൽ പറയുന്നത് വിജ്ഞാനത്തിന് അത്തരത്തിലൊരു ദേവതയുണ്ട് എങ്കിൽ ആ ദേവതയുടെ നിറം വെളുത്തിട്ടല്ല, മറിച്ച് അവൾ കറുത്തിട്ടാണ്. കാരണം യൂറോപ്പിന് ആ വിജ്ഞാനം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇറാഖിൽ നിന്നാണ്, ബഗ്ദാദിൽ നിന്നാണ്. അതുകൊണ്ട് അവളുടെ നിറം വെളുത്തിട്ടല്ല, അവളുടെ നിറം കറുത്തിട്ടാണ് എന്നതാണ്. അപ്പോൾ എങ്ങനെ ഒരു മധ്യകാല ഇസ്ലാമിൻ്റെ നാഗരികതയിൽ നിന്ന് അതിൻ്റെ വൈജ്ഞാനിക ചക്രവാളത്തിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് രൂപപ്പെട്ടു വന്ന യൂറോപ്യൻ നവോത്ഥാനം ചരിത്രത്തിൽ വളർന്നു വികസിച്ചു എന്നതിനെ സംബന്ധിച്ചാണ് നാം ആലോചിക്കേണ്ടത്. യൂറോപ്യൻ നവോത്ഥാനവാദികളോട് നിങ്ങൾക്ക് ഈ അറിവ് എവിടെ നിന്നാണ് നിങ്ങൾ സ്വാംശീകരിച്ചത് എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ അത് ഞങ്ങൾ മധ്യകാല ഇസ്ലാമിൽ നിന്നാണ് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് പറയുവാനുള്ള ഒരു വൈമനസ്യം അവർക്കുണ്ടായിരുന്നു എന്നതാണ്. അതുകൊണ്ട് അവർ ചെയ്തത് ഇസ്ലാമിനെ അങ്ങേയറ്റം അപരിഷ്കൃതമായിട്ടുള്ള ഒരു മതമാക്കിക്കൊണ്ട്, അങ്ങേയറ്റം ഒരു പിന്തിരിപ്പൻ മതമാക്കിക്കൊണ്ട് ചരിത്രത്തിൽ വിലയിരുത്തുവാനും മുദ്ര ചാർത്തുവാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് യൂറോപ്യൻ നവോത്ഥാനം നടത്തിയത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നതാണ്. ഇതിന് സമാനമായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലുമൊക്കെ ഇന്ന് കാണുവാൻ സാധിക്കുന്നത്. ഇസ്ലാമിനെ അതിൻ്റെ സാമൂഹികമായിട്ടുള്ള വിമോചന ഉള്ളടക്കത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ഇസ്ലാമിനെ അങ്ങേയറ്റം ഭീകരവൽക്കരിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം ഇന്ന് രാജ്യത്ത് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കയ്യിൽ വാളും മറുകയിൽ ഖുർആനും എന്നുള്ള ഒരു വാർപ്പ് മാതൃക മുൻവിധികൾക്ക് മരണമില്ലാത്ത ജനമനസ്സുകളിൽ ഇന്നും തളം കെട്ടി നിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം സമം ഭീകരം, അതുപോലെ തന്നെ മുസ്ലിം സമം തീവ്രവാദി എന്നുള്ള പതിവ് നിർവചനങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിമിനെ കുറിച്ചുമൊക്കെ നിരന്തരമായി കൊണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീവ്രവാദത്തെക്കുറിച്ച് പറയുമ്പോൾ, ഭീകരവാദത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനല്ല അത് ചെയ്തതെന്നും ഞങ്ങളല്ല അത് ചെയ്തതെന്നുമുള്ള ഒരു നട്ടെല്ലുരുക്കത്തോടുകൂടി
അവനവനിലേക്ക് ചുരുണ്ടുകൂടേണ്ടി വരുന്ന ഒരു ഗതികേടിലൂടെ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേശക്കൂറ് നിരന്തരം ബോധ്യപ്പെടുത്തേണ്ടി വരുന്ന ഒരു സമൂഹമായി അവർ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദേശീയതയുടെ വൈരുദ്ധ്യത്തെ സംബന്ധിച്ച്, അതിൻ്റെ ആന്തരികമായിട്ടുള്ള പരാധീനതകളെ സംബന്ധിച്ച് ആദ്യമായി സൂചിപ്പിച്ചത് നമുക്കറിയാവുന്നതുപോലെ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു സൂചിപ്പിക്കുന്നുണ്ട്, ഇന്ത്യയിലെ ഒരു മുസ്ലിം അവൻ ഒരു പൊതുവായ കാര്യം ഇന്ത്യൻ ദേശീയതയിൽ വിളിച്ചു പറഞ്ഞാലും അതിനെ പലപ്പോഴും ഒരു സാമുദായികമായി കൊണ്ടും വർഗീയമായി കൊണ്ടുമാണ് ഇന്ത്യൻ ദേശീയത ഏറ്റെടുക്കുക. എന്നാൽ ഇന്ത്യയിൽ മുസ്ലിമേതര സമൂഹം, വിശിഷ്യ ഭൂരിപക്ഷ സമൂഹം, അവരുടെ ഒരു സാമുദായികമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ഒരു വിഷയം ഉന്നയിച്ചാൽ പോലും അതിനെ പലപ്പോഴും പൊതുവായി കൊണ്ടാണ് ഇന്ത്യൻ ദേശീയത ഏറ്റെടുക്കുക എന്ന് ദേശീയതയുടെ തന്നെ വൈരുദ്ധ്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി കൊണ്ട് ജവഹർലാൽ നെഹ്റു നിരീക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നതാണ്. ഈ ദേശീയ മുസ്ലിം എന്ന് പറയുന്ന ഒരു പദം തന്നെയും നമുക്കറിയാമല്ലോ, ഇസ്ലാമിനെ കുറിച്ച് പ്രത്യേകമായി കൊണ്ട് നൽകപ്പെട്ടിട്ടുള്ള ഒരു ചാർത്താണ്, പ്രത്യേകമായി നൽകപ്പെട്ടിട്ടുള്ള ഒരു പദവിയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള ജ്ഞാനേന്ദ്ര പാണ്ഡെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ദേശീയ മുസ്ലിം? അദ്ദേഹം പറയുന്നുണ്ട്, ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ ദേശീയ മുസ്ലിമാണ്, അബുൽ കലാം ആസാദ് ദേശീയ മുസ്ലിമാണ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ദേശീയ മുസ്ലിമാണ്. എന്നാൽ ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ ദേശീയ മുസ്ലിം ആകുന്നത് പോലെ ഒരിക്കലും ഗാന്ധിജി ഒരു ദേശീയ ഹിന്ദുവായി തീരുന്നില്ല. അതുപോലെ തന്നെ ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ അല്ലെങ്കിൽ അബുൽ കലാം ആസാദ് ദേശീയ മുസ്ലിം ആകുന്നത് പോലെ ഒരിക്കലും സർദാർ വല്ലഭായ് പട്ടേൽ ഒരു ദേശീയ ഹിന്ദുവായി തീരുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ സാക്ഷാൽ കേരളത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ദേശീയ മുസ്ലിം ആകുന്നത് പോലെ ഒരിക്കലും കെ കേളപ്പൻ ഒരു ദേശീയ ഹിന്ദുവായി തീരുന്നില്ല എന്നതാണ്. ജ്ഞാനേന്ദ്ര പാണ്ഡെ വളരെ കൃത്യമായി പറയുകയാണ്, ഇന്ത്യൻ ദേശീയത എന്നും ചരിത്രപരമായി കൊണ്ട് ഇന്ത്യയുടെ ഭാവന ഭൂപടങ്ങളിൽ നിന്ന് ഇസ്ലാമിനൊരു ശത്രുസ്ഥാനമാണ് നൽകിയിട്ടുള്ളത് എന്നും അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിനകത്ത് നിന്ന് ചില ആളുകളെ പ്രത്യേകമായി കൊണ്ട് അക്കമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഉൾക്കൊള്ളുന്നതിന് വേണ്ടി പ്രത്യേകമായി കൊണ്ട് അവർക്ക് നൽകിയിട്ടുള്ള വിശേഷണമാണ് ദേശീയ മുസ്ലിം എന്നുള്ള പ്രത്യേകമായ പദവി എന്നും ജ്ഞാനേന്ദ്ര പാണ്ഡെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദേശീയതയുടെ ഈ വൈരുദ്ധ്യങ്ങൾ തന്നെയും ഈ അർത്ഥത്തിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള വിവേചനത്തെയാണ് മറനീക്കി പുറത്തു കൊണ്ടുവരുന്നത് എന്നതാണ്. ഇതെല്ലാം തന്നെയും യഥാർത്ഥത്തിൽ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, നേരത്തെ മധ്യകാല ഇസ്ലാമിൻ്റെ വിമോചനപരമായിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള ചക്രവാളത്തെ മറച്ചു പിടിക്കുവാൻ യൂറോപ്പ് എങ്ങനെയാണോ ശ്രമിച്ചത്, അതിന് സമാനമാകുന്ന വിധത്തിൽ തന്നെയാണ് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ചരിത്രത്തിലുള്ള ഇസ്ലാമിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആശയ ഉള്ളടക്കത്തെ മറച്ചു പിടിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇന്ന് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്ലാമിനെ കുറിച്ച് ഭീകരവാദം, തീവ്രവാദം എന്നൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരാശയം സമാധാനത്തിൻ്റെതാണ്. അത് ഈ ആകാശങ്ങൾക്കും ഭൂമികൾക്കും എല്ലാം എവിടെയും പ്രഖ്യാപിക്കുന്ന ഒരു വിളംബരം നിരന്തരമായി കൊണ്ട് സമാധാനത്തെക്കുറിച്ചാണ്. എന്നു മാത്രമല്ല, ഇന്ത്യയുടെയും കേരളത്തിലേക്കുമുള്ള ഇസ്ലാമിൻ്റെ ആഗമനത്തിൻ്റെ ചരിത്രം അത് നാം എടുത്തു പരിശോധിച്ചു നോക്കിയാലും ഇത്തരത്തിലുള്ള ഒരു സമാധാനത്തിൻ്റെ വഴിത്താരയിലൂടെയാണ്. ഈ ഇന്ത്യയുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് അധിനിവേശ സമൂഹം കടന്നു വന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പോർച്ചുഗീസുകാരെ പോലെ, ഡച്ചുകാരെ, ഫ്രഞ്ചുകാരെ പോലെ, ബ്രിട്ടീഷ് കോളനിക്കാരെ പോലെ ഒരുപാട് അധിനിവേശ ശക്തികൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെയും ഞാൻ സൂചിപ്പിച്ചതുപോലെ വെട്ടിപ്പിടിക്കലുകളുടെ ഒരു ഭൂഖണ്ഡാന്തര സമുദ്ര സഞ്ചാരം എന്നതിൻ്റെ ഭാഗമായി കൊണ്ടായിരുന്നു കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരുടെ വരവിനെ കുറിച്ച് മലയാളത്തിൻ്റെ മഹാകവിയായിട്ടുള്ള ചങ്ങമ്പുഴ പാടിയത്, ഗാമയും കൂട്ടരും കാലുകുത്തി മണ്ണിൽ ക്ഷേമലക്ഷ്മി കക്ഷണം കരടുപോയി കണ്ണിൽ എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്. എന്നാൽ ഇസ്ലാമിൻ്റെ വരവിനെ കാത്ത് കേരളീയ സമൂഹം കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു എന്നതാണ്. അറബികൾ മുറ്റം ചവിട്ടുന്നത് ഐശ്വര്യമാണ് എന്ന് കണക്ക് കൂട്ടിയവരായിരുന്നു കേരളീയ സമൂഹം. അങ്ങനെ അറബികളുടെ വരവും കാത്ത് പടിഞ്ഞാറോട്ട് കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ട് അവർ കാത്തിരിക്കുകയായിരുന്നു. കാത്തിരുന്ന് ആ പടിഞ്ഞാറൻ കടലിനെ അറബിക്കടൽ എന്ന ഓമന പേരിട്ടുകൊണ്ട് അവർ വിളിക്കുകയും ചെയ്തു എന്നതാണ്. മാലിക് ബിൻ ദീനാറും സംഘവും പണിതെടുത്ത ലളിത സുന്ദരമായ ആ പള്ളിയെടുപ്പുകളിലേക്ക് ജാതിമത ഭേദമന്യേ ഏവരും കടന്നു വരികയായിരുന്നു. അവരൊരു പുതിയ മാർഗത്തിലേക്ക്, പുതിയൊരു സംസ്കാരത്തിലേക്ക് കടന്നു വരികയായിരുന്നു എന്ന് നമുക്ക് ചരിത്രപരമായി കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതിനപ്പുറത്ത് നമുക്കറിയാം, ജാതി വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ആർപ്പുവിളികൾ കൊണ്ട് മുഖരിതമാണ് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും കഴിഞ്ഞകാല ചരിത്രം എന്ന് പറയുന്നത്. ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമായിരുന്നു ജാതി എന്ന് പറയുന്നത്. ഈ ജാതി ഇവിടുത്തെ കീഴാള സമൂഹങ്ങൾക്ക് നിഷേധിച്ചത് എന്തായിരുന്നു എന്ന് നാം ആലോചിച്ചാൽ അത് സാഹോദര്യമായിരുന്നു എന്നതാണ്.
ഓരോ ജാതിയും അവരുടെ ജാതിക്കകത്ത് മാത്രം സാഹോദര്യം കാണുകയും മറ്റുള്ളവർക്കത് നിഷേധിക്കുകയും ചെയ്തു എന്നതാണ്. ഈ ജാതീയമായിട്ടുള്ള അത്യാചാരങ്ങളിലേക്ക്, അത് സൃഷ്ടിച്ച സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങളിലേക്ക് ഒരു സാമൂഹിക മാറ്റത്തിൻ്റെ തിരുനാളവുമായി കൊണ്ടായിരുന്നു ഇസ്ലാം കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാമിൻ്റെ സാഹോദര്യ സങ്കല്പത്തെ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം പോലും ഒരു കാലത്ത് മുന്നോട്ട് പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. 19-ാം നൂറ്റാണ്ടിലാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ലോകത്തുടനീളമായി കൊണ്ട് നിലനിന്നിരുന്ന മുഴുവൻ അബദ്ധധാരണകളെയും തിരുത്തി കുറിച്ചുകൊണ്ട് തോമസ് കാർലൈൽ ലോകത്തിൻ്റെ സഹോദരൻ എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാഴ്ത്തുന്നത്. ലോകത്തിൻ്റെ സഹോദരൻ എന്ന് വാഴ്ത്തിയ ആ പ്രവാചകന്റെ സാഹോദര്യ സങ്കല്പത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു കാലത്ത് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം പോലും മുന്നോട്ട് പോയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനം എന്ന് കേരളത്തിൽ അരുവിപ്പുറത്ത് വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ വിരിമാറിൽ, നവോത്ഥാന ചരിത്രത്തിൻ്റെ വിരിമാറിൽ കേരളത്തിൻ്റെ നവോത്ഥാന ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീനാരായണ ഗുരു എഴുതി വെച്ചപ്പോൾ ആ സോദരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനം എന്ന ആശയം അദ്ദേഹം കണ്ടെടുക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നാണ്. സഹോദരൻ അയ്യപ്പൻ നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിൻ്റെ അരുമ ശിഷ്യനാണ്. പുലയനയ്യപ്പൻ എന്ന വിളിപ്പേരിന് കൂടി ചരിത്രത്തിൽ അദ്ദേഹം അർഹനാണ്. പുലയനയ്യപ്പൻ എന്ന വിളിപ്പേരിനെ ഒരു ബഹുമതിയായി സ്വീകരിച്ച അദ്ദേഹം സഹോദരൻ എന്ന വിളിപ്പേരിനെയും ഗാഢമായി ആലിംഗനം ചെയ്തു എന്നതാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത്. അദ്ദേഹം ജാതി നിർമ്മാർജ്ജനം ആരംഭിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ പത്രത്തിന് അദ്ദേഹം നൽകുന്ന പേര് സഹോദരൻ എന്നതാണ്. ജാതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ആരംഭിച്ച സംഘടനയ്ക്ക് അദ്ദേഹം നൽകുന്ന പേര് സഹോദര സംഘം എന്നതാണ്. തൻ്റെ മകൾക്ക് അദ്ദേഹം സ്നേഹത്തോടു കൂടി നൽകിയ വിശേഷണം ആയിഷ എന്നതാണ്. തൻ്റെ മകൾക്ക് നൽകിയ ആയിഷ എന്ന പേര്, താൻ തന്നെ സ്വീകരിച്ച സഹോദരൻ എന്ന് പറയുന്ന വിശേഷണം, ഇതൊക്കെയും അദ്ദേഹം സ്വീകരിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തെ പോലും ഒരു കാലത്ത് ത്വരിതപ്പെടുത്തിയതും ജ്വലിപ്പിച്ചതും ഇസ്ലാമിൻ്റെ ഈ സാഹോദര്യ സങ്കല്പമായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. നമ്മൾ ഇന്ന് സമത്വത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ തിരുവനന്തപുരത്തേക്ക് കാസർഗോഡ് മുതൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ സംഘടനകളും സാമുദായിക സംഘടനകളും ഒരുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് സമത്വത്തെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ സമത്വത്തിനപ്പുറത്ത് നമുക്കിടയിൽ രൂപപ്പെട്ടു വരേണ്ടത് സാഹോദര്യമാണ്. സമത്വം എന്ന് പറയുന്നത് കേവലം കാൽപ്പനികമായ ഒരു സ്വർഗരാജ്യം മാത്രമാണ്. സമത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്രമാത്രം സിദ്ധാന്തഭദ്രമായി കൊണ്ട് സംസാരിക്കാൻ സാധിക്കും, പക്ഷേ സമത്വത്തെ നിങ്ങൾക്ക് സിദ്ധാന്തഭദ്രമായി കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും കൊണ്ടുവരാൻ കഴിയുകയില്ല എന്നതാണ്. എന്നാൽ സാഹോദര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പരിശീലിച്ചെടുക്കുവാനും കഴിയുന്ന ഒരു മൂല്യമാണ് എന്നതാണ്. നമുക്കിടയിൽ ഇന്ന് നിലനിൽക്കുന്ന മുഴുവൻ വൈരുദ്ധ്യങ്ങളുമുണ്ട്. സ്ത്രീ പുരുഷ വൈരുദ്ധ്യങ്ങളുണ്ട്, തൊഴിലാളി മുതലാളി വൈരുദ്ധ്യങ്ങളുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളെയെല്ലാം മറികടക്കുവാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അത് സാഹോദര്യമാണ്. ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ തൊഴിലാളി ചൂഷണങ്ങളും അവസാനിക്കുവാൻ മുതലാളിയിൽ ഒരൊറ്റ വികാരമേ ആവശ്യമുള്ളൂ. ലോകത്തുള്ള മുഴുവൻ തൊഴിലാളിയും എൻ്റെ സഹോദരനാണ് എന്ന ആത്മബോധത്തിലേക്ക് അവർ എത്തിച്ചേരുക എന്നതാണ്. ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ സ്ത്രീപീഡനങ്ങളും അവസാനിക്കുവാൻ പുരുഷനിൽ ഒരു മൂല്യമേ ആവശ്യമുള്ളൂ. ലോകത്തുള്ള മുഴുവൻ സ്ത്രീയും എൻ്റെ സഹോദരിയാണ് എന്ന ആത്മബോധത്തിലേക്ക് പുരുഷൻ മാറുക എന്നതാണ്. അടിമത്ത സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു കാലത്ത് നിങ്ങളുടെ അടിമയെ നിങ്ങൾ അടിമ എന്ന് വിളിക്കരുത് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് എന്നുള്ള അനുചരരുടെ ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി അവൻ നിന്റെ സഹോദരനാണ് എന്നുള്ള വാക്യമാണ്. അപ്പോൾ മുഴുവൻ ജാതി മത ഭിന്നതകൾക്കും അപ്പുറം മുഴുവൻ മനുഷ്യ സമൂഹത്തെയും ഒന്നാകെ കൂട്ടിയിണക്കാൻ കഴിയുന്ന ഇസ്ലാമിലെ ഒരു മൂല്യമാണ്, ഒരു വെള്ളിനൂലാണ് യഥാർത്ഥത്തിൽ സാഹോദര്യം എന്ന് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായ ചുറ്റളവുകൾ, ഭരണകൂടങ്ങൾ അതിരിട്ട് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദേശീയതകൾ ഒന്നും നമ്മുടെ സാഹോദര്യ ബോധത്തിന് തടസ്സമാകേണ്ടതില്ല എന്നതാണ്. ലോകത്ത് നിലനിൽക്കുന്ന നമ്മെ അറിയാത്ത, നമുക്കറിയാത്ത എത്രയോ സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്, നമുക്ക് വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ഈ സാഹോദര്യ ബോധം നെഞ്ചിലേറ്റിയത് കൊണ്ടാണ്. നമ്മിലേക്ക് എത്രയോ ദുരന്തങ്ങൾ തെന്നി നീങ്ങിയത്, നമ്മിൽ നിന്ന് എത്രയോ അനുഗ്രഹങ്ങൾ വന്നു ചേർന്നത്
യഥാർത്ഥത്തിൽ നമ്മുടെ പേരറിയാത്ത നാം അറിയാത്ത ഈ സഹോദരങ്ങളുടെ പ്രാർത്ഥന കൊണ്ടുകൂടിയാണ്. ഇടശ്ശേരി സൂചിപ്പിക്കുന്നത് പോലെ വളരെ കൃത്യമായി കൊണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്, പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി, അതുകൊണ്ട് എന്തുണ്ട്, ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ്വരക്കെന്തർത്ഥമുണ്ട്. അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ പറയുവിൻ. ഇന്ന് പുതിയ പൗരത്വ ഭീഷണി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹം അടക്കമുള്ളവർ, ദേശീയതയുടെ ഭാവന ഭൂപടങ്ങളിൽ നിന്ന് വലിച്ചു കീറപ്പെട്ട ദളിതുകൾ അടക്കമുള്ള ജീവിതങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇടശ്ശേരിയുടെ കവിതയ്ക്ക് പ്രസക്തിയേറുകയാണ്. അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ പറയുവിൻ, ഏത് ദേശക്കാർ നിങ്ങൾ, പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി, അതുകൊണ്ട് എന്തുണ്ട്, ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ്വരക്കെന്തർത്ഥമുണ്ട്. നിങ്ങൾ ഭൂപടത്തിന്മേൽ കുത്തിവരച്ചു കൊണ്ടിരിക്കുന്ന ചില അതിരടയാളങ്ങൾ മാത്രമാണ് ദേശീയതകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എവിടവിടങ്ങളിൽ ചട്ടികലങ്ങൾ വലിച്ചെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ, അവിടവിടങ്ങളെ കൂട്ടിവരക്കണം പുതിയൊരു രാഷ്ട്രത്തിൻ അതിർവരകൾ. എവിടവിടങ്ങളിൽ ചട്ടികലങ്ങൾ എടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ, അവിടവിടങ്ങളെ കൂട്ടിവരക്കണം പുതിയൊരു രാഷ്ട്രത്തിൻ അതിർവരകൾ. ഇന്ത്യൻ ദേശീയതയിൽ നിന്ന് ചരിത്രപരമായി കൊണ്ട് വെട്ടിമാറ്റപ്പെടുകയും ഇസ്ലാം ഭീതിയുടെ തടങ്കൽ പാളങ്ങളിൽ കഴിഞ്ഞുകൂടേണ്ടി വരികയും ചെയ്യുന്ന മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിജീവനത്തിൻ്റെ പോരാട്ടത്തിലെ ഒരു മാനിഫെസ്റ്റോ ഗീതമായി കൊണ്ട് ഇടശ്ശേരിയുടെ ഈ വാദം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തെന്തൊക്കെ പരിമിതികൾ ഉണ്ട് എങ്കിലും, എന്തെന്തൊക്കെ പോരായ്മകൾ ഉണ്ട് എങ്കിലും, തീർച്ചയായും ജീവിതത്തിലെ അനർഘമായിട്ടുള്ള അനിർവചനീയമായിട്ടുള്ള ചില സന്ദർഭങ്ങളാണ് ഇത്. ഈ ക്യാമ്പയിനും ഇതിനോടനുബന്ധിച്ചുള്ള ഇത്തരം സെമിനാറുകളും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അധർമ്മത്തിൻ്റെ പെരുമഴക്കാലത്ത്, തിന്മയുടെ ഘനാന്ധകാരത്തിൽ നന്മയുടെ ഒരു കൊച്ചു കൈത്തിരി കത്തിച്ചു വെക്കുവാനുള്ള ഇസ്ലാമിൻ്റെ വിനീതമായിട്ടുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് വേണം ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സൗഹൃദ നാളുകളെക്കുറിച്ചുള്ള ഈ സംവാദത്തെക്കുറിച്ചും ഈ ക്യാമ്പയിനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് അധർമ്മത്തിൻ്റെ വൻ തിരമാലകൾ വന്നിടിച്ച് ഈ നന്മയുടെ കൊച്ചു തുരുത്തും കൈമോശം വന്നു പോകാതിരിക്കാൻ, ഇതിനെ കടലെടുത്തു പോകാതിരിക്കുവാൻ ബോധപൂർവമായി കൊണ്ട് നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളേവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഇതിനുണ്ടാകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് വൈകിയ വേളയിൽ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.